ഹായ്. യെസ്റ്റർഡേ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അവിടെ വെച്ച് തന്നെ കട്ട് ചെയ്താണ് മേടിച്ചത്. ചിക്കന് 4 പീസാക്കിയാണ് കട്ട് ചെയ്തത്. എന്നാ കുക്ക് ചെയ്യാനെന്നല്ലേ, ചിക്കൻ തന്തൂരി തയ്യാറാക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പീസ് ഞങ്ങൾ നൈറ്റ് തന്നെ തയ്യാറാക്കി കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ വൃത്തിയാക്കി എടുക്കുകയാണ് ചിക്കന്. എയർ ഫ്രയറിലാണ് കേട്ടോ ചിക്കൻ തയ്യാറാക്കിയത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് സുഹൃത്തുക്കളെ എയർ ഫ്രയറിൽ കുക്ക് ചെയ്യുന്നതും ഇതുപോലത്തെ ഡിഷസൊക്കെ തയ്യാറാക്കുന്നതും. 3-4 വെള്ളത്തിൽ കഴുകിയെടുക്കുകയാണ്. കഴുകിയെടുത്തതിന് ശേഷം ചിക്കൻ പീസിൽ ഇതുപോലത്തെ വരകൾ ഇട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു പീസേ കുക്ക് ചെയ്യുന്നുള്ളൂ. ബാക്കി 2 പീസും അരപ്പ് പുരട്ടി ഫ്രിഡ്ജിലേക്ക് വെക്കാനാണ്. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഞാൻ നല്ലപോലെ വരയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, അരപ്പ് നന്നായിട്ട് പിടിക്കാൻ വേണ്ടി. ഇന്നലെ തയ്യാറാക്കി. അപ്പം എനിക്ക് എയർ ഫ്രയറിലെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി. അപ്പം നല്ല ധൈര്യമായി എത്ര മിനിറ്റ് കുക്ക് ചെയ്യാൻ വെക്കണമെന്നുള്ളത്. അപ്പോൾ വരയെല്ലാം ഇട്ട് കഴിഞ്ഞു. ഞാൻ ചിക്കൻ പീസ് ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. എന്നാലേ അരപ്പ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാൻ പറ്റൂ. ഞാൻ അതിന് വേണ്ടി പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിട്ട് കൊടുക്കുകയാണ്. പിന്നെ പൊടികളായിട്ട് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ചിക്കൻ മസാല, ഗരം മസാല ഇതെല്ലാം ചേർത്ത് ഇതുകൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. നാരങ്ങ നീരോ വിനീഗറോ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഞാനിപ്പോൾ തൽക്കാലം വെള്ളമാണ് ചേർക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് തൈര് ഉപയോഗിക്കാം. തൈര് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ എടുക്കുന്നില്ല. തൈരില്ലാതെയാണ് ഞാൻ തയ്യാറാക്കുന്നത്. അങ്ങനെ എല്ലാ പീസിലും തേച്ച് പിടിപ്പിക്കുകയാണ്. നല്ലോണം അരപ്പ് തേച്ച് പിടിക്കണം കേട്ടോ. ഞാൻ വെള്ളമാണ് കേട്ടോ എടുത്തത്. 3 പീസിൽ ഞാൻ അരപ്പ് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുകയാണ്. ഞാൻ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഞാൻ എയർ ഫ്രയറിലേക്ക് കുക്ക് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ. അങ്ങനെ 1 പീസ് ഞാൻ കുക്ക് ചെയ്യാനെടുത്തു. ബാക്കി 2 പീസ് എടുത്ത് ഞാൻ മാറ്റി വെച്ചു കേട്ടോ. പിന്നെ നമുക്ക് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കണം. ഒരു സൈഡ് കുക്ക് ചെയ്യാൻ വേണ്ടി 30 മിനിറ്റ്സാണ്. 160 ഡിഗ്രിയിലാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. 30 മിനിറ്റ്സ് 160 ഡിഗ്രി ഒരു സൈഡ്. പിന്നെ ഒരു ഭാഗം കുക്കായതിന് ശേഷം പിന്നെ അടുത്ത ഭാഗം അതേ സെറ്റിങ്സ് തന്നെ 30 മിനിറ്റ്സ് കുക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ ചിക്കൻ്റെ ഉൾഭാഗമൊക്കെ നല്ല പോലെ കുക്കായി വരും. കറക്റ്റ് സെറ്റിങ്സ് ആയിരുന്നു എൻ്റെത്. ഉണ്ടാവും ഒരു സൈഡ് കുക്കായില്ല. ഇനി അടുത്ത സൈഡ് നമുക്ക് കുക്ക് ചെയ്യാൻ വെക്കണം. മിനിറ്റ്സ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോളേ സുഹൃത്തുക്കളെ, നമ്മുടെ അടിപൊളി ചിക്കൻ തന്തൂരി തയ്യാറായി. സുഹൃത്തുക്കളെ, എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനിയും ഇതുപോലുള്ള വീഡിയോകളായിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ.